ഇവിടുന്ന് കഴിച്ച് സിനിമയൊക്കെ കാണാന്ന് വിചാരിച്ച് കുഞ്ഞുണ്ണി ഒരു ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നീ കുഞ്ഞുമണിയാണ്, നീ ചുങ്കിയല്ലേ, നീ ചുങ്കി. നമ്മൾ കുഞ്ഞുമണിയുടെ മുടി വെട്ടിക്കളയാൻ പോവാണ്. കുഞ്ഞുമണിയുടെ കേർലി മുടി നമ്മളിന്ന് വെട്ടുകയാണ്. ഏകദേശം 2-2.5 എത്ര കുഞ്ഞുമണി ജനിച്ചിട്ട് ഇതുവരെ നമ്മൾ മുടി വെട്ടിയിട്ടില്ല. ചുങ്കൊക്കെ വണ്ടടിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കും കുഞ്ഞുമണി എന്നുള്ളത് അതെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു കൈപ്പ വ്ളോഗ്സ്, കുഞ്ഞുമണിയുടെ മുടിവെട്ട് വ്ളോഗ് അല്ലേ കുഞ്ഞുമണി. അയ്യോ എൻ്റെ മുടി എവിടെ പോയി? ഇതാരാ ഇരിക്കുന്നത് നോക്ക്. കുഞ്ഞുമണി ഹായ് പറയും. കുഞ്ഞുമണി കുഞ്ഞുമണിക്ക് ലോലിപോപ്പ് കിട്ടി, സെറ്റായി. നോക്ക് ആരാന്ന് ഹായ് പറഞ്ഞേ. കുഞ്ഞുമണി ഹായ് പറഞ്ഞേ. ഞാൻ പകുതി നേരം മറ്റേ ഡ്രിമ്മർ ചെയ്ത ലോലിപോപ്പ് തൊലിക്കുന്ന ഇങ്ങനെ പൊളിക്കുന്ന കാണിച്ച ഡ്രിമ്മൊക്കെ ചെയ്തേ. ചൊറിയുന്ന വീട്ടിൽ പോയി ഒരു കുളിയെ കുളിച്ചത് സെറ്റാവും. ആ ഓക്കെ ആണ് കുഞ്ഞുമണിയാണ്ട് ഡ്രസ്സൊക്കെ പാടി. ഇതേതാ ചെക്കൻ, ഇതേതാ ചെക്കൻ, ഇതേതാ പുതിയൊരു ചെക്കൻ ഇരിക്കുന്നേ, ഇതേതാ പുതിയൊരു ചെക്കൻ ഇരിക്കുന്നേ. ആ നിക്കറൊക്കെ ഇട്ട് നിക്കർ ഉടുപ്പൊക്കെ ഇട്ട് കുഞ്ഞുമണി ഇതായിരിക്കുന്നത്. ആ നിന്റെ ചെറുപ്പത്തിൽ വന്നിരിക്കുന്നു. അമ്മച്ചിയാണ്ട് ചായ കൊണ്ടുവന്നു. അമ്മി കുളിച്ചിട്ട് പോരും. എനിക്ക് കല്ലിപ്പല്ല നീ. ആ മൂശട്ടെ ശുങ്കു ശുങ്കി ശുങ്കി കുഞ്ഞുമണിയുടെ പേര് മാറ്റി ശുങ്കി നാക്കി, ശുങ്കി നാക്കി, ശുങ്കി. അച്ചാച്ചന്റെ ശുങ്കു, അനിയത്തിയുടെ ശുങ്കി. എന്തോ നിന്റെ പേര്? ഹലോ നിന്റെ പേരെന്തോ? അല്ലേ ഓന്റെ പേര് പറ. ഓന്റെ പേരെന്താ? എൽസ. എൽസമ്മ. ഇത് എൽസമ്മ എന്ന ആൺകുട്ടിയാ. എൽസമ്മ എന്ന ആൺകുട്ടിയാ. കുഞ്ഞുമണി ഞങ്ങളെല്ലാവരോടും പനിയാണ്. എന്നാലും ഇപ്പൊ ഞങ്ങൾ മറ്റേ മോഹിനിയാട്ടം സിനിമ കണ്ടോണ്ടിരിക്കുക. ഇന്റർവെൽ സമയത്ത് ഞങ്ങൾ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ മേടിച്ചോണ്ട് വന്നിട്ട് നൈസായിട്ട് എല്ലാവർക്കും ഇട്ടിരുന്ന് കഴിച്ച് സിനിമയൊക്കെ കാണാന്ന് വിചാരിച്ച് കുഞ്ഞുമണി ഒരു ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കൂളായിട്ടിരുന്ന് കൂളായിട്ടിരുന്ന് നമ്മൾ പോകുന്നതിന് മുമ്പേ ഒന്ന് കുളിപ്പിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് സെറ്റാക്കി ഇട്ടാ പോയത്. അപ്പം പിന്നെ വലിയ ഇതില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഇച്ചിരി നേരം TV അത് ഫോണൊക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലോലിപോപ്പ് എടുത്ത് അത് പൊളിച്ച് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം. അപ്പം അതപ്പോഴത്തേനും അത് നോക്കി കുറച്ച് നേരം എഴുതപ്പോഴത്തേനും അവരെല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്തു. ഞാൻ ചെന്നിട്ട് ചോദിച്ചേ ആങ്ങളുടെ മുടി വെട്ടുന്നോടത്തോടെ ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ വെട്ടാവുന്ന പറയുന്നത് കാണിച്ചു തരാം ആദ്യം നോക്കി വെച്ചും പറയാന്ന്. കുഞ്ഞോട്ട് വെട്ടാന്ന് പറഞ്ഞപ്പോ പിന്നെ വെട്ടി തന്നു. സാധാരണ ഇവിടെ അങ്ങനെ ആണങ്ങളുടെ ഇതിൽ കൊണ്ടുപോയി പിള്ളേരുടെ മുടി വെട്ടിക്കത്തില്ലല്ലോ. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുക്കും അറിയാവുന്നവരുടെ അടുത്തൊക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോ അവർക്ക് ആർക്കും ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഇല്ല. ഇവിടുത്തെ എല്ലായിടത്തും 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിയുമ്പോ കിട്ടുന്നേ. എന്നാ കുഞ്ഞുമിക്ക് ജലദോഷവും പനിയും വന്നിട്ട് അങ്ങ് മാറുന്നില്ല. അപ്പം നമ്മളൊത്ത് മുടി അങ്ങോട്ട് കളഞ്ഞേക്കാണ്. അതുകൊണ്ട് ഡാഡിയുടെ മുടി വെട്ടിയെടുത്ത് കൊണ്ടൊന്ന് മുടി വെട്ടി കുഞ്ഞുമ്മയുടെ. അല്ലേ കുഞ്ഞുമ്മി? കൊച്ചിട്ട് മുഖം മാടിപ്പോയി, മുടി പോയി. കുഴപ്പമില്ല. 2 വർഷം കുഞ്ഞുമണിയുടെ ആദ്യമായിട്ട് മുടി വെട്ടി, ഫസ്റ്റ് മുടി വെട്ടൽ. അങ്ങനെ കുഞ്ഞുമണിയുടെ മുടിയും വെട്ടി കുട്ടപ്പിയായി. അടുത്ത വർഷം സ്കൂളിൽ പോവും. അടുത്ത വർഷം സ്കൂളിൽ പോവും അച്ഛൻ്റെ കൂടെ. സ്കൂളിൽ പോകേണ്ട സമയമായി. ഇവിടെ 8 മണിയായിട്ടും 8 മണി കഴിഞ്ഞിട്ടും നേരം ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ മാഡം എന്താണ് പാവയൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ? ഇത്
പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും പനിയും മേളമാണ്. മുടിവെട്ട ആള് താന്നിരുന്നു. കുഞ്ഞായി ഭക്ഷണം കഴിച്ചില്ല. കുഞ്ഞുമണിക്കും ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും പനിയും പേള. എല്ലാവരും ലോങ് വീഡിയോ എന്ത് ഇടാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഡോസ് കഴിഞ്ഞിട്ടും കുറവില്ല. നാളെ കൊണ്ട് കാണിക്കണം. നാളെ വീണ്ടും കാണിക്കണം. ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി കുഞ്ഞമ്മയ്ക്ക്. അച്ചാച്ച ഉണ്ടായിരുന്നു, അച്ഛനെ കൊണ്ട് കാണിച്ചു. അവന് ബാക്കിയെല്ലാം ഓക്കെയാണ്. പുള്ളിക്കാരി ആക്റ്റീവാണ്, പക്ഷെ ഇൻഫെക്ഷൻ ഓരോ എപ്പിസോഡ് പോലെ കുറച്ചു നേരം ആക്റ്റീവാണ്, കുറച്ചു നേരം ഡിമ്മാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവർക്കും പനിയാ. ഉണർന്ന് നടക്കുന്നതാണ്. ആദ്യം പനി കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത്. എൻ്റെ പനി ഇതുവരെ മാറിയിട്ടില്ല. ഞാനും ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുന്നു. അതിൻ്റെ ഡോസ് കഴിഞ്ഞ പിന്നെ മാറട്ടെ അല്ലേ കുഞ്ഞുമണി? നീ കുഞ്ഞുമണിയാണ്, നീ ചുങ്കിയല്ലേ? നീ ചുങ്കി. ഇത് അടുത്ത ദിവസം കേട്ടോ, മുടിവെട്ടി ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കേട്ടത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ അഞ്ജുക്കറിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അതല്ലേ പ്രത്യേകത, ഓൾവേസ് പ്രത്യേകതയാണ് അല്ലേ അമ്മി? മോളി രാജ്യം തായിരിക്കുന്നു. പിന്നെ വയസ്സ് കുറയണോ? അതൊക്കെ ആവും. ശുങ്കു ഹായ്. ശുങ്കു വൈകിട്ട് ചപ്പാത്തി കഴിക്കുന്നു. 5 ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി. 8:45 ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ പോവാണ്. ശുങ്കുന് നാളെ സ്കൂളുണ്ട്. അങ്ങനെ അമ്മയുടെ എന്തുണ്ട് വിശേഷം? പനിയും എല്ലാവർക്കും പനിയൊക്കെയാ. നമ്മുടെ ഗാർഡൻ പണി കഴിഞ്ഞ കേട്ടോ. ഗാർഡൻ പണിയുടെ വീഡിയോ ഒരു ദിവസം ഞാൻ കാണിക്കാം. ഗാർഡൻ ടൂറായിട്ട് തന്നെ കാണിക്കാം. ചെടികളൊന്നും നട്ടില്ല, സെറ്റ് ചെയ്തേ ഉള്ളൂ. ചെടികളൊക്കെ നടാൻ ഒരു ആപ്പിൾ മരമൊക്കെ നട്ടു. ആപ്പിൾ മരവും 2-3 മരം നട്ടു. പിയറും ചെടികളൊക്കെ നടണം. അതിനുള്ള ആരോഗ്യം ആർക്കും അല്ലാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാരും ചോദിക്കുന്നത് വീഡിയോ ഇടാത്ത എന്താന്ന്. വീഡിയോ ഇടാത്ത കാരണം ഇതാണ്, എല്ലാവർക്കും പനി പിടിച്ച് അബോധാവസ്ഥയിലാണ്. നമ്മളെപ്പോഴും ഹാപ്പിനെസ് തരുന്ന ആൾക്കാരാണല്ലോ. സന്തോഷം മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അസുഖമുള്ളതൊന്നും എടുത്തില്ല. പുഷപ്പ് എടുക്കുവാണോടി? ഓ അടുത്താണോ? പുഷപ്പെന്ന് കേട്ടപ്പോ ചാടി വന്നേ, കൈ കഴുകാൻ വന്നേ. ഓ ചുങ്കു. കുഞ്ഞുമണി അത്യാവശ്യം കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. കുറച്ചല്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവള് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അറിയത്തില്ലേലും വേർഡ്സ് കണക്ട് ചെയ്ത് അവൾ പറയും എല്ലാം. അച്ചാച്ചനെ ഭരിക്കാൻ പോയേക്കുവന്ന്. അച്ചാച്ചനടുത്ത് പോയേക്കു. ഭരണം കൊറേ നേരം കണ്ടില്ലെങ്കിൽ അവക്ക് വെപ്രാണോ. എന്തിയെ അച്ചാച്ച എന്നെ കണ്ടില്ലേലും അന്വേഷിക്കും. ചുങ്കു പോയി എന്ന് പറഞ്ഞ് നടക്കുന്നേക്കാം. വാ ഇങ്ങ് കുഞ്ഞി. അമ്മച്ചി എന്തിയെ? അമ്മച്ചി കൂച്ചാൻ പോയി. കുഞ്ഞമ്മി ബാ. എന്നോട് പറഞ്ഞു മമ്മി കുളിക്കാൻ പോയപ്പോ ഇവിടെ വന്നിട്ട് അമ്മച്ചി വെളിയിൽ പോയി, അമ്മച്ചി തുമ്മി ഇടാൻ പോയെന്ന്. അമ്മച്ചി തുമ്മി ഇടാൻ പോയി. അമ്മച്ചി എവിടെ പോയ കുഞ്ഞോണി? പാത്തിരിക്കുന്നു ഇവിടെ. തുണി ഇടാൻ പോയതാണ്. കുഞ്ഞുമ്മി അമ്മച്ചി എവിടെ വെളിയിൽ എന്തിനാ പോയേ? അച്ചാച്ച ഇന്ന് പുറത്തിറങ്ങി സൈക്കിളൊക്കെ ചവിട്ടാറങ്ങി. അച്ചാച്ച അവിടെ പോയാലും പുറത്തിറങ്ങി. ആ ഗാർഡൻ പണി നടന്നപ്പോ ഫുൾ ടൈം പുറത്തായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ എല്ലാവർക്കും പനി പിടിച്ചെന്നു. അവര് വന്ന് അവരുടെ കൂടെ നിന്നേ പൊടിയെല്ലാം കൂടെ ഇതായി. വെയിലും തണുപ്പും അന്ന് കേറിയതേ ഇല്ല. 42 അഞ്ജുവിന് പോവാൻ സമയമായി. അഞ്ജുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. 5 പ്രോ ഡ്രൈവറായി.
ലൈസൻസ് കിട്ടിയില്ല, പക്ഷെ ഞാൻ സൈഡിൽ ഇരുന്ന് ഓടിപ്പിക്കും. ഇന്ന് ലേറ്റായിരുന്നു. അപ്പം മറ്റൊരു വ്ളോഗായിട്ട് കാണാം. അഞ്ജുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. കൈപ്പാൻസ്. അങ്ങനെ കുഞ്ഞുമണിയുടെ മുടിവെട്ടും കഴിഞ്ഞു.